സഹൃദയരായ നാട്ടുകാരെ, ഞാനിന്നിവിടെ അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ പേര് സിജോ എയറിലാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സിജോ എയറിലാണെന്നുള്ള നാടകത്തിൽ സിജോ നമുക്ക് എല്ലാവർക്കും അറിയാം, ബിഗ് ബോസ് താരം. അതേപോലെ തന്നെ ലൈഫ് ഓഫ് അനന്തു. ഇവരാണ് നമ്മുടെ ഇന്നത്തെ റിയാക്ഷൻ വീഡിയോയിൽ താരങ്ങൾ. നമ്മുടെ സിജോ ചെറുതായിട്ട് നമ്മുടെ ലൈഫ് ഓഫ് അനന്തുവിനൊന്ന് പോയി ചൊറിഞ്ഞായിരുന്നു. പക്ഷേ അനന്തു അങ്ങ് മാന്തി, നമ്മൾ ഈ തുണിയൊക്കെ അലക്കി മടക്കുമല്ലോ, അതേപോലെ മടക്കി ഇപ്പോൾ അലമാരക്കകത്ത് വെച്ചിട്ടുണ്ട് സിജോൻ്റെ അവസ്ഥ ഇപ്പോൾ ആലോചിച്ചിട്ടുണ്ടല്ലോ, ഉള്ളിൽ ചിരിയാണ് വന്നത്. സിജോ പറഞ്ഞ കുറേ കാര്യങ്ങൾ അതൊക്കെ ലൈഫ് ഓഫ് അനന്ത് പൊളിച്ചങ്ങ് കൊടുത്ത്. സിജോ അവിയൽ വെക്കാൻ പോയി, അതങ്ങ് സാമ്പാറായി മാറിപ്പോയി. ഇപ്പം എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടല്ലോ സിജോൻ്റെ വീഡിയോ എടുത്ത് അങ്ങ് അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അലക്കാനും മാത്രം ഉണ്ടല്ലോ, അതിന് മാത്രമുള്ള സാധനങ്ങളാണ് സിജോ അങ്ങ് ഇട്ട് തന്നിരിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, സിജോ എയറിലാണ്. ഇനി എപ്പോ ഇറങ്ങി വരൂ എന്നുള്ളത് തമ്പുരാൻ അറിയാം. എന്തായാലും നമ്മുടെ അനന്ത് ബ്രോ ചെയ്ത ആ വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പ്യുവർ റിയാക്ഷൻ വീഡിയോ ആണ്. ഇത് ഞാൻ എനിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. കുറച്ചു നേരം മുമ്പ് നമ്മുടെ സിജോ, ബിഗ് ബോസിലെ സിജോ എന്നെ വിമർശിച്ചു. ഹെൽത്തി വിമർശനമാണ്, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. പുള്ളി പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ചെറിയൊരു റിപ്ലൈ കൊടുക്കണം, അതിനു വേണ്ടി ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കണ്ടാൽ മതി. കാണുന്നുണ്ടെങ്കിൽ അവസാനം വരെ ഇരുന്ന് കാണാൻ ശ്രമിക്കണം. ഓക്കെ, എന്ന് വെച്ചാൽ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ പുള്ളിക്കാരത്തിന്റെ ആ ഒരു സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനെ വിമർശിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ്റെതായിട്ട് ഒരു വീഡിയോ ചെയ്തത്. വിമർശനങ്ങളൊക്കെ രണ്ട് കൈ നീട്ടി നമ്മൾ സ്വീകരിക്കും. പക്ഷെ എനിക്ക് പറയാനുള്ളതും കൂടെ ഒന്ന് കേൾക്കണമല്ലോ. സിജോ എന്താണ് എന്നെ പറ്റി പറഞ്ഞ് നമുക്കൊന്ന് കേൾക്കാം. ഈ പയ്യന്റെ വീഡിയോ, കല്യാണം നടത്താൻ ക്യാഷ് ഇല്ല, പെണ്ണ് ഇറങ്ങിപ്പോയി, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫെബ്രുവരി 4-ാം തീയതി. ആ പയ്യൻ ഞാനാണ് ഗൈസ്, ആ പയ്യൻ ഞാനാണ്. നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെ പറ്റിയാണ് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയൊക്കെ പറയും, ഇതൊരു ഫാമിലിയാണ് മോനെ. ഓക്കെ, ഇപ്പൊ നിന്റെ വീട്ടിൽ നിന്റെ അച്ഛനമ്മയുണ്ട്, അപ്പൊ അവർ ഫാമിലി വ്ളോഗൊന്നും ചെയ്യുന്നില്ല. എനിവേ, പക്ഷേ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് ഒരു അച്ഛൻ അമ്മ പോട്ടെ, അച്ഛനമ്മ എന്നുള്ള വിട്ടേക്ക് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുകയല്ലേ, അവരുടെ മകളിൽ പൊളിച്ചൂടി പോയിട്ട് അവർക്ക് അതിന്റെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുകയല്ലേ. അപ്പൊ അവരെ പറ്റി നമ്മൾ വിമർശിക്കുമ്പോൾ ആ കാര്യങ്ങൾ അന്വേഷിച്ചിട്ടൊന്ന് വിമർശിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹെൽത്തിയാണ്. അല്ലാണ്ട് നമ്മുടെ നൈസായിട്ട് അനന്തുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അവിടെ കോട്ട് ചെയ്ത് പറഞ്ഞു പുള്ളി. അതൊക്കെ അനന്തുവിന് നൈസായിട്ടൊന്ന് ചൊറിഞ്ഞ് കയറിയിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് എടുത്തിട്ടും മാന്താനുള്ള കാരണം. വ്യൂ പോയിന്റ് മാത്രം എന്ന് പറഞ്ഞിട്ട് തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞുണ്ടല്ലോ, അത് അവരെങ്ങനെ ബാധിക്കുന്നു? കാരണം വളരെ കറക്റ്റ് ആണ് സിജോ പറഞ്ഞ കാര്യം, വളരെ കറക്റ്റ് ആണ്. ഞാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഈ ഒരു നിമിഷത്തിൽ സിജോ ഇവരുടെ ആദ്യത്തെ മകള് ഒളിച്ചോടിപ്പോയപ്പം ഇട്ട ഒരു വീഡിയോ ശകലം ഞാൻ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. ഇവിടെ നിന്ന് തുടങ്ങുകയാണ് സിജോന്റെ വധം. സിജോനെ അലക്കി വെളുപ്പിച്ചു എന്ന് പറഞ്ഞില്ലേ, ഇവിടെ തൊട്ടങ്ങ് തുടങ്ങുകയാണ്. എല്ലാവരും കാണുക. ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ, ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഇപ്പോൾ കണ്ട ആ അച്ഛൻ്റെയും അമ്മയുടെയും മകൾ 20 വയസ്സ് മാത്രം പ്രായമുള്ള പൊന്നു എന്ന് വിളിക്കുന്ന ഒരു പെൺകുട്ടി, അവളിപ്പോൾ ഒളിച്ചൂടി പോയി. അവരുടെ കാമുകൻ്റെ കൂടെ, ഷെബിൻ എന്നാണ് അതിൻ്റെ പേര്, അവൻ്റെ കൂടെ ഒളിച്ചൂടി പോയി കല്യാണം കഴിച്ചു. അപ്പോൾ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ ചാനലിൽ ആ അച്ഛനും അമ്മയും കൂടെ എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ അമ്മയുടെ സങ്കടമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു, ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് 10-14 ലക്ഷം വ്യൂസ് ഈ ഉപ്പും മുളകും ലൈറ്റ് എന്ന് പറയുന്ന ആ ചാനലിൽ ഈ ഒരു വീഡിയോയ്ക്ക് മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു അച്ഛൻ്റെ അമ്മയുടെ സങ്കടമാണ്. ഇപ്പോൾ ഒരു മോള് ഒളിച്ചൂടി പോകുക എന്ന് പറയുമ്പോൾ ആ അച്ഛനും അമ്മയ്ക്ക് എന്തുമാത്രം സങ്കടം ഉണ്ടാകുന്നത് നമുക്ക് ഊഹിക്കാം. അപ്പോൾ ആ സങ്കടത്തെ മാനിക്കണം. പക്ഷേ ഈ വിഷയത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ അവരുടെ സെന്റിമെന്റ്സിനെ പിടിച്ചുകൊണ്ട് സംസാരിക്കാനൊന്നും നമുക്ക് പറ്റില്ല. നമുക്ക് കണ്ണിൽ കാണുന്ന കാര്യം അല്ലെങ്കിൽ നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യം മാത്രമേ സംസാരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ സംസാരിക്കുമ്പോഴത്തേക്കും നീ എന്തിനാണ് അവർ അങ്ങനെ പറഞ്ഞത്, നീ പറഞ്ഞത് മോശമായി പോയി. ഇപ്പോഴത്തെ വീഡിയോ വന്നിട്ട് പറയുന്നത് അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കണമെന്ന്. മുൻപിട്ട വീഡിയോയിൽ അവരുടെ സെന്റിമെന്റ്സിനെ മാനിക്കണം യാതൊരു ആവശ്യമില്ല. ഒന്ന് മാറുമോ ഇതുപോലെ? ബിഗ് ബോസ് പോയിട്ട് വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി സിജോ? പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോകുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എല്ലാവരുടെയും ഫീലിങ്സ് മാനിച്ച് വീഡിയോ ചെയ്യുന്ന സിജോന്റെ ബാക്കി വീഡിയോ കൂടെ കാണാൻ ഗൈസ്. കാര്യങ്ങളും പബ്ലിക്കിന് മുമ്പിൽ ചാനലിലൂടെ വിളിച്ചു കൂവി പറയുമ്പോൾ അത് കാണുന്ന പ്രേക്ഷകൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അതിനെപ്പറ്റിയുള്ള അഭിപ്രായം പറയാം. ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, അഭിപ്രായം ശരിയാണ്. ആ അഭിപ്രായമാണ് ഞാൻ എൻ്റെ വീഡിയോയിലൂടെ അറിയിക്കുന്നത്. അപ്പൊ ഈ ഞാനും അത് മാത്രമേ പറഞ്ഞോളൂ സിജോ. എന്റെ അഭിപ്രായമാണ് ഞാൻ എന്റെ വീഡിയോയിലും പറഞ്ഞത്, മനസ്സിലായോ? കുട്ടി ഒളിച്ചോടി പോകാനായിട്ടുള്ള റീസൺ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ആ അച്ഛന്റെയും അമ്മയുടെയും കയ്യിലിരിപ്പ് തന്നെയാണ്. ആദ്യം വീഡിയോ ചെയ്തപ്പോൾ എന്ത് പറ്റി? അച്ഛന്റെ അമ്മയുടെ ഫീലിങ്സിനെ മാനിക്കണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഫീൽ ആവൂലേ? എന്താണ് സിജോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇപ്പൊ വന്നിട്ട് പുണ്യാളം കളിക്കുന്നു. അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ? പറഞ്ഞുകൊണ്ട് കെട്ടിയ പയ്യനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വഴിയെ കാണും. അങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുമ്പോൾ ആ പെൺകുട്ടിക്ക് ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ അവൾ ഇങ്ങനെ
മൂഞ്ചി തൊലിച്ച് ജീവിക്കണം എന്നാണോ ഈ വീട്ടുകാർ ചിന്തിക്കുന്നത്? ഭയങ്കര ഹാർഷായിട്ടാണ് കേട്ടോ പറയുന്നത്. അവരുടെ ഫീലിങ്സിനെ ഒന്നും മാനിക്കായിരുന്നു കേട്ടോ, ഒന്നും മാനിച്ചു വിടായിരുന്നു. സാമ്പത്തികമല്ല ലക്ഷ്യം. പക്ഷേ ആ വീഡിയോ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ യൂട്യൂബിൽ റവന്യൂ കിട്ടുന്ന പരസ്യം വരുന്നുണ്ട്. അത് യൂട്യൂബിൽ ഇപ്പോൾ പരസ്യം വരുന്നത് റവന്യൂ ഓൺ അല്ലെങ്കിലും യൂട്യൂബ് ആഡ്സ് ഇടാറുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ വീഡിയോയുടെ ഓൾറെഡി മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഈ വീഡിയോയ്ക്ക് പ്രത്യേകിച്ച് അതിൻ്റെ സാമ്പത്തികം കിട്ടുന്ന റവന്യൂ കിട്ടുന്ന ഓപ്ഷൻ ഓഫാക്കി വെച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഈ 14 ലക്ഷം വ്യൂസ് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കുറേ സബ് കയറും, ഇവർക്ക് കുറേ സാമ്പത്തികം കിട്ടും. അങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെ ചിന്തിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇവരിപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് പ്രത്യേകം തമ്പിനയിൽ കൊടുത്ത് ഒരു ഇൻട്രോ കൊടുത്ത് അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ മോടെ ഒളിച്ചോട്ടവും ഇവർ വിറ്റ് കാശാക്കിയെന്നാണ് സിജോ പറയുന്നത്. മേ ബി ശരിയായിരിക്കും, പക്ഷെ അവരുടെ ഫീലിങ്സിനെ ഒന്ന് മാനിക്കായിരുന്നു കേട്ടോ. ശകലം ഒന്ന് ഫീലിങ്സിനെ മാനിക്കായിരുന്നു പറയുന്ന സമയത്ത്. സിജോ പറയുന്നൊക്കെ വേണേൽ നമുക്ക് സമ്മതിച്ചു തരാം, പക്ഷെ ഫീലിങ്സിനെ മാനിക്കാതെ പോയത് മോശമായി. ഈ ഉപ്പും മുളകും ലൈറ്റ് ഫാമിലി, ഇതിൽ നിന്നാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ അനന്തു ബ്രോ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായിരുന്നു. ആ വീഡിയോയിൽ അനന്തു ബ്രോ പറയുകയുണ്ടായി എല്ലാം കൊളാബ് ചെയ്തിട്ടാണ് ചെയ്തതെന്നുള്ളത് പറയുകയുണ്ടായി. അവിടെ നിന്നാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ സിജോനെ മാത്രമല്ല മറ്റുള്ള യൂട്യൂബേഴ്സിനൊക്കെ ഈ ഒരു ഉപ്പും മുളകും ലൈറ്റ് ഫാമിലീസ് ബന്ധപ്പെട്ടിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. കുറേ ആൾക്കാർ ഇവരുടെ സപ്പോർട്ട് നിന്ന് സംസാരിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ ഉപ്പും മുളകും ലൈറ്റ് യൂട്യൂബ് ചാനൽ, അവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങൾ ദയവ് ചെയ്ത് പുറത്ത് കൊണ്ടുവരാതിരിക്കുക. പുറത്ത് കൊണ്ടുവന്നാൽ ആൾക്കാർ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. ഇന്നത്തെ കാലം അങ്ങനെയാണ്. നിങ്ങൾ എന്തിനാണ് ഈ പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ? നിങ്ങൾ പേഴ്സണലായിട്ട് തീർക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായിട്ട് തീർക്കുക. പുറത്ത് കൊണ്ടുവന്നാൽ ഇതുപോലുള്ള യൂട്യൂബേഴ്സ്, റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് എടുത്തിട്ട് റിയാക്ട് ചെയ്യും. പിന്നെ അതിനെക്കുറിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. എല്ലാ കാര്യങ്ങളും വിളിച്ച് അന്വേഷിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. പക്ഷേ ന്യായമുള്ള കാര്യങ്ങൾക്കൊപ്പമേ എല്ലാ യൂട്യൂബേഴ്സും നിൽക്കാറുള്ളൂ. അതാദ്യം മനസ്സിലാക്കാം. നിങ്ങൾ അകത്ത് പറയേണ്ട കാര്യങ്ങൾ അകത്ത് പറയുക, പുറത്ത് പറയേണ്ട കാര്യങ്ങൾ പുറത്ത് പറയുക. നിങ്ങൾക്ക് പറ്റിയ ആദ്യത്തെ തെറ്റതാണ്. ഈ തുപ്പിയത് നൂറിയതൊക്കെ വന്നിട്ട് വീഡിയോ ആക്കേണ്ട കാര്യം തിരിക്കുന്നത്. അതൊക്കെ തന്നെയാണ് എല്ലാവരും എടുത്തിട്ട് ഇങ്ങനെ ഉടുക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ എന്തോരം ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ ഇതേപോലെ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ? അവർ ഇതേപോലെ പേഴ്സണൽ കാര്യങ്ങൾ പുറത്തുനിന്ന് പറയുന്നുണ്ടോ? പിടിച്ച് നിൽക്കാതെ ആവുമ്പോൾ ചിലപ്പോൾ അതൊക്കെ ഷെയർ ചെയ്തെന്ന് വന്നേക്കാം. അല്ലാതെ ഈ തുപ്പിയതും തൂറിയതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്തിനാണ് ഈ വിളിച്ച് പറയുന്നത് എൻ്റെ പൊന്നു മക്കളെ? എന്തായാലും സിജോ മച്ചാന് നിങ്ങൾ കൊടുത്ത പണി നല്ല 8ന്റെ പണിയായിപ്പോയി. സിജോ ന്യായീകരിക്കാൻ വന്നിട്ട് ഇപ്പോൾ എയറിലാണ്. ഇത്ര നേരം കണ്ട വീഡിയോയിൽ സിജോനെ എടുത്തിട്ട് അലക്കിയിരിക്കുകയാണ് അനന്തു. സിജോ മുമ്പ് പറഞ്ഞ കാര്യങ്ങളും ഇപ്പോഴത്തെ കാര്യങ്ങളും തമ്മിൽ എന്താ പറയുക, ആനയുടെയും ചേമ്പിൻ്റെയും വ്യത്യാസമാണ്. ഇപ്പം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? വിളിച്ച് അന്വേഷിച്ചിട്ട് വേണം റിയാക്ട് ചെയ്യാൻ. സിജോ മുന്നേ ചെയ്ത വീഡിയോസിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പം നിങ്ങൾ കേട്ടത്. അനന്തു ബ്രോ അതെല്ലാം പൊക്കിക്കൊണ്ട് വന്നു. അവന് പൊക്കിക്കൊണ്ട് വരാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഒന്ന് ചൊറിഞ്ഞതല്ലേ, ഒന്ന് മാന്തണ്ടേ. ഇനി ബാക്കി കൂടി ഒന്ന് കേട്ടോക്കാം. ഈ ആദ്യത്തെ ഒളിച്ചോട്ടവുമായി ബന്ധപ്പെട്ട് സിജോ മോൻ ചെയ്ത രണ്ടാമത്തെ വീഡിയോ കാണാം ഗൈസ്. ഉപ്പും മുളകും ലൈറ്റ് അവരുടെ ഫാമിലി ഇഷ്യൂസ് അവർ തന്നെ നാട്ടുകാരെ മൊത്തത്തിൽ ഇങ്ങനെ വിളംബരം കൊട്ടി അറിയിക്കുന്നതുകൊണ്ട് പല ആൾക്കാരും വീഡിയോസ് ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട്. നമ്മളും ആ കൂട്ടത്തിൽ വീഡിയോ ചെയ്യുകയാണ്. രഹസ്യമാക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ആ വീട്ടുകാർ പരസ്യമാക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു റൈറ്റ് നമുക്കുണ്ട്. കാരണം സോഷ്യൽ മീഡിയയുടെ അകത്ത് നടക്കുന്ന കാര്യമായിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ശരിയാണ് സിജോ, സംസാരിക്കാം. പക്ഷെ ഒന്ന് വിളിച്ച് തിരക്കണമായിരുന്നു കേട്ടോ. നേരത്തെ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ പോലെ ഒന്ന് വിളിച്ച് തിരക്കിയിട്ട് പറഞ്ഞായിരുന്നെങ്കിൽ കുറച്ച് അന്തസ്സുണ്ടോ അതിന്. അവർക്ക് തോന്നിയ കാര്യങ്ങൾ, എന്തുകൊണ്ട് ആ പെൺകുട്ടി ഒളിച്ചോടി പോയി, അതിന് അവർക്ക് തോന്നിയ കാര്യങ്ങളെല്ലാം ചുമ്മാ ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് ഞാൻ വരാം. ഈ വായി തോന്നിയത് എവിടത്തെയോ പാട്ടെന്ന രീതിയിൽ വായി വരുന്ന വിവരക്കേടൊക്കെ വിളിച്ച് പറയുന്ന കുറച്ച് റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം. തന്നെ പറ്റി തന്നെയാണോ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അത് കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഈ വായക്ക് തോന്നിയത് കോതയ്ക്ക് പാട്ട്, അതിപ്പോൾ എന്തായാലും സിജോന്റെ കാര്യത്തിൽ അച്ചട്ടായി. ഈ ആകാശത്ത് കൂടെ പോണ പണിയുണ്ടല്ലോ, ഏണി വെച്ച് മേടിച്ച അവസ്ഥയാണ് ഇപ്പൊ സിജോന്റെ. എൻ്റെ പൊന്ന് സിജോ, മിണ്ടാണ്ട് വല്ല മൂലക്കിലിരുന്നാൽ പോരാർന്ന. ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായി. അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണമെങ്കിൽ പഴയ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ എല്ലാവരും എടുത്തിട്ട് അലക്കുന്നുണ്ടല്ലോ, എല്ലാ യൂട്യൂബർമാരുടെ കണ്ടന്റും നമ്മുടെ സിജോണ്ണൻ നമ്മുടെ ബിഗ് ബോസ് കഴിഞ്ഞ പിന്നെ ഒന്ന് താന്നിരിക്കുകയാണ്. ഇപ്പോൾ എന്തായാലും ഒന്ന് പൊന്തിയിട്ടുണ്ട്. ഇനി മാനത്ത് നിന്ന് എപ്പോൾ താഴത്തോട്ട് ഇറങ്ങുന്നുള്ളതിന് ഒരറിവില്ല കേട്ടോ. എപ്പോൾ ഇറങ്ങും എന്നുള്ള കാര്യം അറിവില്ല. ഇനി എന്തെങ്കിലും അറിവ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്തും പറഞ്ഞേക്കാം. ഇനി ബാക്കി കൂടി ഒന്ന് കേട്ടു നോക്കാം. ഒരു കൊല്ലം മുമ്പുള്ള സിജോനെ ഇപ്പോഴത്തെ സിജോ ഇരുന്ന് കാറിയിരുന്നു കുറ്റം പറയുന്നു ഗൈസ്. അറ്റ്ലീസ്റ്റ് അവരെ വിളിച്ച് ഇതെന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ
ഈ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും എന്താണ് സംഭവം എന്ന് അറിയാം, എന്നിട്ട് വേണം നിങ്ങൾക്ക് തോന്നുന്നതൊക്കെ വിളിച്ച് പറയാൻ. അപ്പോൾ ഇനി മുതൽ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഒരു ഡിക്റ്റേറ്റർജൻസി തുടങ്ങേണ്ട അവസ്ഥയാണല്ലോ നമ്മുടെ സിജോ അണ്ണൻ പറയുന്നത് കേട്ടിട്ട് പറഞ്ഞു കേട്ടോ. അണ്ണൻ കുറച്ച് മുന്നേ നമ്മുടെ പഴയ വീഡിയോയിൽ അണ്ണൊരു കാര്യം പറയണ്ടായി. വേറെ ഒന്നല്ല, രഹസ്യമാക്കേണ്ട കാര്യങ്ങളൊക്കെ പരസ്യമാക്കി കഴിഞ്ഞാൽ, വീഡിയോ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല എന്ന് അണ്ണൻ തന്നെ പറഞ്ഞു. കാരണം അത് അവർ പുറത്ത് വിട്ടിരിക്കുന്ന വീഡിയോ ആണ്, അതെടുത്ത് റിയാക്ട് ചെയ്യാമെന്ന് അണ്ണൻ തന്നെ പറഞ്ഞു. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മറുകണ്ഠം ചാടുന്നത്? ഒന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. എന്തായാലും നമുക്ക് ബാക്കി കൂടി കേട്ടോക്കാം. ഓടിയ സമയത്ത് സിജോ എത്ര വീഡിയോ അവരെ പറ്റി ചെയ്തിട്ടുണ്ടോ ഞാൻ കാണിച്ചു തരാം. പൊന്നുവിന്റെ കൂതറ ഒളിച്ചോട്ടവും പിന്നീട് മൂഞ്ചിയ ന്യായീകരണവും. വീഡിയോ നമ്പർ 1, മകൾ ഒളിച്ചോടിയപ്പോൾ അത് വിറ്റ് കാശുണ്ടാക്കാൻ നോക്കുന്ന കൂതറ ഫാമിലി. വീഡിയോ നമ്പർ 2, പൊന്നു ഒളിച്ചോട്ടം കുറ്റം പറച്ചിൽ തിരിച്ചു വിളിക്കൽ മലയാളി ഫാമിലി വ്ലോഗ്. വീട്ടിലെ കാര്യങ്ങൾ ചെണ്ട കൊട്ടി അറിയിക്കും. വീഡിയോ നമ്പർ 4, നിലവാരമുള്ള വീഡിയോ ചെയ്താൽ നിങ്ങളെ ആരും മേറിൽ കേറ്റില്ല. ഇതെല്ലാം സിജോ ചെയ്ത വീഡിയോസ് ആണ് ഗൈസ്. എന്തായാലും ഇത്ര നിലവാരം കുറഞ്ഞ തമ്പനെയിൽസ്, ടൈറ്റിൽസ് എന്തായാലും നമ്മുടെ അനന്തു ബ്രോയോ മറ്റുള്ള യൂട്യൂബേഴ്സോ ചെയ്തിട്ടില്ല. ഇതൊക്കെ താങ്കൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ കാണുന്ന ഉപ്പും മുളകിൽ ലൈറ്റ് ഫാമിലിയുടെ അവസ്ഥ, സപ്പോർട്ട് ചെയ്യാൻ വിളിച്ച ആളെടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആൾ ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസിന്റെ തമ്പനെയിൽസാണ് എടുത്ത് വായിച്ചിരിക്കുന്നത്. പൊന്നു സിജോണ, നിങ്ങൾക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും ഇരുന്നിടത്തൊന്ന് കുഴിയിലോട്ട് പോയാൽ മതിയെന്ന് അല്ലേ? ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ആ ഉപ്പും മുളകിൽ ലൈറ്റ് ഫാമിലിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ബാക്കി കൊണ്ട് കേട്ടോ നോക്കാം. ഇതെല്ലാം സിജോ വിളിച്ച് സത്യാവസ്ഥ തിരക്കിയിട്ടാണോ ചെയ്തത്? പണ്ട് സിജോ നിങ്ങളെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാലത്ത് നിങ്ങൾ ഇവന്റെ അടുത്ത് പറയൂല. ഞാൻ വേണം കേൾപ്പിച്ചു തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൽക്കുലത്ത് ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാണം കെട്ട് കാശുണ്ടാക്കുന്ന പ്രവൃത്തി. മകൾ ഒളിച്ചൂടി പോയി, ഓക്കെ, അത് വീഡിയോയിലൂടെ നാട്ടുകാരെ അറിയിച്ചു, സമ്മതിക്കുന്നു, ആ മകള് പ്രതികരിക്കുന്നു, അവിടെ കൊണ്ട് നിർത്തേണ്ട കേസാണ്. പിന്നെ സ്വന്തം വീട്ടിൽ നടക്കുന്ന പൊന്നു ഞങ്ങളുടെ പാതിയാണ്, അതായത് ഈ ആ അമ്മയുടെ അപ്പന്റെയും പാതി പൊന്നുമായിരുന്നു ഇത്ര നാൾ. ആ പൊന്നുവിനെ പടിയടിച്ച് പിണ്ണം വെച്ചിട്ട് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ വീഡിയോയിലും കുറ്റം പറഞ്ഞു പോകുന്നു. കേട്ടല്ലോ, നിങ്ങളെ പറ്റി പറഞ്ഞതാണ്. ഇതും പോരാഞ്ഞിട്ട് വേറൊരു സാധനം കൂടെ പറഞ്ഞിട്ടുണ്ട്, വേണം അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു തരാം. ഇവിടെയും കാശാണല്ലോ, കാരണം ഈ ഒരു മൂച്ചിലങ്ങ് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കുറെ വ്യൂസ് കിട്ടും, കുറെ സബ് കയറുന്നുണ്ട്, കുറെ സബ് കയറും, കുറെ കാശും കിട്ടും. അപ്പം ഇതാണ് അവരുടെ ഉദ്ദേശം. അവർക്ക് ഈ ഒരു മകൾ ഒളിച്ചോടി പോയതിന്റെ ദുഃഖത്തെക്കാൾ കൂടുതലായിട്ട് ആ ദുഃഖത്തിൽ നിന്നുകൊണ്ട് കാശുണ്ടാക്കുക. അതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി. അവരുടെ ആസനം പഴുത്താൽ അത് പൊക്കി കാണിച്ചുകൊണ്ട് കാശുണ്ടാക്കുന്ന ഒരു രീതി. അപ്പം എന്ത് വർത്താനം, എന്തൊളിഞ്ഞ വർത്താനം. ഇത് ആസനം പഴുത്ത അത് പൊക്കി കാണിച്ച് കാശുണ്ട്. എന്റെ പൊന്നോ, ഇത്രയും മോശപ്പെടുത്തി ഒരാള് പോലും എനിക്ക് തോന്നുന്നില്ല, എൻ്റെ അറിവിൽ ഒരാൾ പോലും ഇവരെ ഇത്രയും മോശപ്പെടുത്തി ഉപമിച്ചിട്ടില്ല. അതിന്റെ ക്രെഡിറ്റും സിജോണിന് തന്നെ. ഇപ്പം എന്താ പറയാ, വട്ടി കൊടുത്ത് അടി വാങ്ങിച്ച അവസ്ഥയാണ് അണ്ണൻ്റെത്. പൊന്നണ്ണ വല്ലോടത്ത് ഇരുന്നാൽ പോരാറുന്ന, അല്ലെങ്കിൽ അണ്ണൻ ആ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ട് വേണമായിരുന്നു ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ നാറാനായിട്ടൊന്നുമില്ല, നാറി പണ്ടാറടങ്ങി. ഇനി എപ്പോൾ താഴെ ഇറങ്ങും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.